അപ്പം നമ്മൾ കാട ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വ്യത്യസ്ത ഇനം ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് ഈ കാട ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് കഴുകി എടുക്കുകയാണ് വേണ്ടത്. ഓരോ കാടയും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഇത് നമ്മൾ ഫുള്ളായിട്ടാണ് കാട പൊരിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ടല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളുഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കാട നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കാടയൊക്കെ നന്നായിട്ട് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോട്ടുള്ള ചേരുവകൾ ചേർക്കണം. അപ്പോൾ ഈ ചേരുവകൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാട സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കാട വരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊന്ന് പേസ്റ്റ് ആക്കിയതാണ്. ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകുമാണ് ഞാൻ ഇതിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ട 2 ചെറുനാരങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഇത് ജീരകം പൊടിച്ചാണ്, വലിയ ജീരകം പൊടിച്ചാണ്, ഉപ്പ്, ഗരം മസാല, കാശ്മീർ ചില്ലി, മഞ്ഞൾ, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടിയാണ് ഞാൻ അതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺഫ്ലവർ എന്തിനാ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇനി അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കാട ഈ വരഞ്ഞു വെച്ച കാടയിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ആണോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്ക് ഈ മസാല ഈ ഒരു കാടയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കാട നന്നായിട്ട് മസാല പിടിക്കാൻ വെച്ച സമയത്ത് നമ്മളിവിടെ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയായിട്ടില്ലേ. നമ്മളെ സഹായിക്കാൻ വേണ്ടി വിഷ്ണു അവിടെ ഉണ്ട്. നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മളെ ക്യാമറാമാനാണ് വിഷ്ണു. അവനാണ് അടുപ്പൊക്കെ കൂട്ടുന്നത്. അത് മതിയാടാ, മതി. ചൂടായി വന്ന ബൗളിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 ലിറ്റർ ഓയിലാണ് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു കാട ഫുള്ളായിട്ടാണ് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുങ്ങുന്ന വിധത്തിലുള്ള എണ്ണ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാടയുടെ പ്രത്യേകിച്ച് നന്നായിട്ട് ക്രിസ്പി ആയാൽ മാത്രമേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മളിത് പാകാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാട നിർത്തിപ്പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.